ചെയ്യണം. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്തു വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല, ക്രിമിനൽ കേസുകൾ. ആ അലമാരയിൽ നിന്ന് ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്. ഞാൻ ഡ്രഗ് അടിക്കുന്നത് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുക്കുന്ന കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയനാവും. ഇതേപോലെ തന്നെ പോക്സോ, ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണു എന്ന് പറയട്ടെ, അല്ല ആരെങ്കിലും പരാതി കൊടുക്കട്ടെ. എന്തെങ്കിലും പരാതി ഉണ്ട്, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണേഴ്സ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുവാ മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ, പിന്നെ എന്താ മറന്നത്? ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാരെ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്നും പറഞ്ഞിട്ട് നിൽക്കാം, ഞാനത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് നിൽക്കാം. ഞാൻ പറയാ, എല്ലാം ഞാൻ തെളിയിക്കും, എല്ലാ എവിഡൻസും ഞാൻ പോലീസിന് കൈമാറും. അവന്മാരെ കയ്യിലുള്ള പോലീസിന് കൈമാറണം. ഫോറൻസിക്കില് ഇട്ട് ടെക്നിക്കലായിട്ടും എല്ലാണ്ടും മൊത്തത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തണം, പിടിക്കണം. ഓക്കെ, ഇതിന്റെ സത്യം പുറത്തു തരണം. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ അവനെ നാട്ടിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരും. ഞാൻ ആരെയും കൊന്നോ അല്ലെങ്കിൽ വേറെന്താ ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകവും കഴിഞ്ഞാൽ പിന്നെന്താ? അടുത്ത എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സാധനം ഒരിക്കലും അടുത്ത് വരുന്നത് നോക്കിക്കോ. അടുത്ത എന്താ നിങ്ങൾ ആലോചിക്ക്. ആ സാധനത്തിന് അടുത്ത് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇത് പറഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാം.